നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒത്താശകൾ ഓരോന്നായി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം എന്തായാലും 4 ആയിരിക്കുകയാണ്. പക്ഷേ ഈ 4-ൽ ഒതുങ്ങുമോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് ഭക്തർ. സ്വാഭാവികമാണ്. കാരണം അയ്യൻ്റെ സ്വത്തിനൊപ്പം വിശ്വാസത്തെയും കൂടിയാണല്ലോ അവർ കട്ടത്. അപ്പോൾ എന്തായാലും മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴണം, എല്ലാം പുറത്തു വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസും സംശയനിഴലിൽ. അറസ്റ്റിലായ മുൻ കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുമ്പോൾ ബൈജു ബോധപൂർവം സന്നിധാനത്ത് നിന്ന് വിട്ടുനിന്നു എന്ന് കണ്ടെത്തൽ. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഉച്ചയോടെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുന്ന സമയത്ത് സന്നിധാനത്ത് നിന്ന് ബോധപൂർവം വിട്ടുനിന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുരാരി ബാബുവിനും സുധീഷ് കുമാറിനുമായി SIT വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങൾ ആതിര രാധാകൃഷ്ണൻ നൽകും. നമുക്ക് ആതിരയോട് തന്നെ ചോദിക്കാം. ആതിര, സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിരിക്കുകയാണ്. ഇനിയും ഏറെ ആളുകൾ അറസ്റ്റിലാകാനുണ്ട്. പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഇന്നലെയായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ മുൻ ശബരിമലയിലെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ മെഡിക്കൽ പരിശോധനകൾക്കൊക്കെ ശേഷം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹത്തെ എത്തിക്കുകയും ചോദ്യം ചെയ്യലൊക്കെ തന്നെ തുടരുകയുമായിരുന്നു. ഇന്ന് ഏതായാലും ഉച്ചയോടുകൂടി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. ഈ 2019 ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന സമയത്തും അതുപോലെ തന്നെ ഈ പാളി തിരിച്ചെത്തിക്കുന്ന സമയത്തും ഒക്കെ തന്നെ തിരുവാഭരണം കമ്മീഷണറായിരുന്നു ഈ KS ബൈജു എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെ ദുരൂഹതയേറ്റുന്നുണ്ടെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ഇത്തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡി വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ റാന്നി കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. ഇപ്പോൾ തിരുവനന്തപുരം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് അദ്ദേഹം ഉള്ളത്. ഉച്ചയോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഈ PS പ്രശാന്ത് പുതിയ ഭരണസമിതി വരും എന്നാണ് അറിയുന്നത്. PS പ്രശാന്തിനെ മാറ്റും, കാലാവധി നീട്ടില്ല എന്നൊക്കെ അറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനം ഇന്നുണ്ടാകും CPM സെക്രട്ടേറിയറ്റിൽ. ആർക്കാണ് സാധ്യത? കേൾക്കുന്നത് ദേവകുമാറിന്റെ പേരാണല്ലോ. ശ്രീജ, CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഇതിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ മാസം 12 കൂടിയാണ് PS പ്രശാന്തിന്റെയും അതുപോലെ തന്നെ ദേവസ്വം അംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുന്നത്. അതിനുശേഷം 16-ന് മണ്ഡലകാലമൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കാലാവധി നീട്ടി നൽകാം എന്നുള്ളൊരു നിലപാടിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ അതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുകയായിരുന്നു. കോടതിയിൽ ഉൾപ്പെടെ സർക്കാരിന് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ PS പ്രശാന്തിന് പ്രസിഡന്റായി തുടരേണ്ട അല്ലെങ്കിൽ കാലാവധി നീട്ടി നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാരും CPM എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റിൽ ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. ഈ CPM നേതാക്കളായ മുൻ MLA TK ദേവകുമാർ അതുപോലെ തന്നെ മുൻ MP ആയിട്ടുള്ള A സമ്പത്ത് എന്നിവരുടെ പേരാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് ദേവകുമാറിന് തന്നെയാണ്. ദേവകുമാർ ആയിരിക്കും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത്
എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനമുണ്ടാക്കുക. ആരാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ CPM സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുക. ശരി ആതിര, എന്തായാലും ആതിരയിലേക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ കൂടിയുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. US 40 എയർപോർട്ടുകളിൽ വിമാന സർവീസുകൾ 10% വരെ കുറയ്ക്കുമെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രതിദിനം 4000 ഫ്ലൈറ്റുകൾ റദ്ദാക്കും. എയർ ട്രാഫിക് കൺട്രോളർമാർ വ്യാപകമായ ജോലിഭാരവും ക്ഷീണവും അനുഭവിക്കുന്നതാണ് ഈ തീരുമാനത്തിന് പ്രധാന കാരണം. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ചീഫ് ബ്രെയിൻ ബെഡ്ഫോർഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷിതമായ വിമാനസഞ്ചാരം ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഈ തീരുമാനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സർവീസുകളെ ഒഴിവാക്കും. ഈ നടപടി വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നേക്കാം. അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൗൺ 1 മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് വരുന്ന പൗരന്മാർ. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു എന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ആതിര ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, ഈ ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയല്ല എന്നുള്ള ആരോപണം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങൾക്കും പറയാനുള്ളത് അതുതന്നെയാണ്. ഈ തുടർന്നു വരുന്ന സംഭവങ്ങളൊക്കെ, അതായത് ഈ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് തന്നെയല്ലേ? എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വാർത്തകളൊക്കെ തന്നെ സിസ്റ്റം ശരിയല്ല എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട അനാസ്ഥകളും അതുപോലെ തന്നെ ഉപകരണക്ഷാമവും ഒക്കെ തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ പന്മല സ്വദേശിയായിട്ടുള്ള വേണു എന്ന് പറയുന്ന രോഗി ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്ന ആരോപണവുമായി ബന്ധുക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ തന്നെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പരാതിയുമായി കുടുംബം ഉൾപ്പെടെ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ അടിയന്തരമായി ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായി ആരോഗ്യമന്ത്രി ഉത്തരവിടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ആൻജിയോഗ്രാം നൽകുന്നതിൽ ഉൾപ്പെടെ പിഴവുണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെ ആശുപത്രി മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണമായി എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുടുംബം ഉൾപ്പെടെ രംഗത്ത് വരുന്നത് മതിയായ ചികിത്സ ലഭിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ തങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ വേണുവിനെ എത്തിക്കുന്നത്. പക്ഷേ ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം അവിടെ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അപ്പോഴും ഇത് കൃത്യമായ രീതിയിൽ ബന്ധുക്കളെയോ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് കൃത്യമായ രീതിയിൽ ബന്ധുക്കളെയോ രോഗിയോ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കുടുംബം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഏതായാലും സമർപ്പിക്കുക. ഏതായാലും ഈ ഒരു അനാസ്ഥയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ്. അതേസമയം പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ ഉൾപ്പെടെ തീരുമാനം. ശരി ആതിര, എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ഇനി കുതിരാനിലെ വിഷയം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാട്ടാനയൊക്കെ ഇറങ്ങുന്നത് അവരെ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ആ ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനയെ തുരത്താൻ അടിയന്തര ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശ്ശൂരിലെത്തിച്ചു. ഇന്നലെ രാത്രിയും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. വീടിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് തൂണുകൾ ആന തകർത്തു. ആനയെ കണ്ട് പട്ടി കുരച്ചതോടെ ആന വീടിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്, എങ്ങനെ സമാധാനത്തോടെ അവർ
ജീവിക്കും? കുതിരാനിലെ ആളുകൾ ആകെ ബുദ്ധിമുട്ടുകയല്ലേ? എന്തായി ഈ വനം വകുപ്പിൻ്റെ അടിയന്തര ദൗത്യം? എന്തെങ്കിലും ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീജ, കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ കുതിരാനിലുള്ള പ്രദേശവാസികൾ. കാരണം നിരന്തരമായി ഈ ഒറ്റയാൻ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു കാഴ്ചകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഒറ്റയാനാണ്, മാത്രമല്ല വലിയ ആക്രമണകാരിയായ ഒരു ആന കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ സ്വത്തിനും ജീവനും വരെ ഭീഷണിയായാണ് നിലവിൽ നിൽക്കുന്നത്. ഈ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ പ്രദേശവാസികൾ ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലും ആ ദൃശ്യങ്ങൾ കണ്ട പോലെ ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഒരു വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ഉടൻ അടിയന്തര ദൗത്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകൾ എത്തിച്ചത്. ഭരതും വിക്രമും 2 കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിച്ചത്. എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിലെത്തിയ കൊമ്പനെ തുരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കുങ്കിയാനകൾ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വനം മന്ത്രി ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുങ്കിയാനകളെ എത്തിക്കും. ഇനി കുങ്കിയാനകളെ കൊണ്ട് ഈ ആനയെ തളയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെക്കും എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ വനംവകുപ്പ് അതിന്റെ ആദ്യപടിയാണ് കുങ്കിയാനകൾ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഡ്രോൺ നിരീക്ഷണവും ക്യാമറ നിരീക്ഷണവും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് വിന്യസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമായി ഇപ്പോൾ കുങ്കിയാനകളെ കൂടി എത്തിച്ചിട്ടുണ്ട്. ഈ അപകടകാരിയായ ഒറ്റയാനെ കാടുകയറ്റി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ആദ്യത്തെ നീക്കം. ഈ കാട് കയറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ കുങ്കിയാനകളടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ ദൗത്യം പാളിപ്പോയാലായിരിക്കും മയക്കുവെടി വെക്കുക എന്നുള്ള അടുത്ത ദൗത്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ 2 കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന ഈ ഒരു കുതിരാനിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഇപ്പൊ ഈ കുങ്കിയാനകളെയും നിർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പകൽ സമയത്തോ രാത്രി സമയത്തോ ഈ ആന വരികയാണെങ്കിൽ ഇനി കുങ്കിയാനകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ആനയെ കാട് കയറ്റാനുള്ള ദൗത്യമായിരിക്കും ഉണ്ടാവുക. അധിക സമയവും രാത്രി സമയങ്ങളിലാണ് ഈ ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയം കൂടി നോക്കിയായിരിക്കും ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും വനംവകുപ്പ് ഈ കുങ്കിയാനകൾ എത്തിച്ചത് വലിയ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർക്ക് നൽകുന്നത്. ശ്രീജ, തീർച്ചയായും എന്തായാലും കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാൻ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഒറ്റയാനെ തുരത്താൻ അടിയന്തര ദൗത്യവുമായി വനംവകുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് ഫലം കാണുമെന്നൊരു പ്രതീക്ഷ തന്നെ നമുക്ക് വയ്ക്കാം. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ഹരീഷ് നാരായണൻ. നീ ബീഹാർ അംഗത്തിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ്. 64.69% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സുരക്ഷയും SIR-ഉം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ. 2ാം ഘട്ട പ്രചരണവും സജീവമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബീഹാറിൽ പ്രചരണങ്ങളിൽ പങ്കെടുക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം റെക്കോർഡ് പോളിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ആ പോളിംഗ് ഉയർന്നതിനെ തുടർന്ന് തന്നെ അവകാശവാദവുമായി 2 സഖ്യങ്ങളും എത്തിയിട്ടുണ്ട്. ആർക്ക് ഗുണമാകും, ആർക്ക് ഗുണമായാലും SIR തന്നെയല്ലേ ഇതിലൊരു പ്രധാന ഫാക്ടറായി ഉയർന്നു വരിക, അല്ലെങ്കിൽ SIR കാരണമാണ് എന്നുള്ളൊരു സാധനം എന്തായാലും ഉണ്ടാവില്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമാണ് പ്രചാരണത്തിലൊക്കെ തന്നെ കണ്ടത്. ആ ആവേശം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിലും പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 1951 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ് ബീഹാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8.8% വർധനവാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 9.6% വർധനവ് പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് അത്രയധികം ജനങ്ങൾ അധികമായി ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് എല്ലാവരും പരിശോധിക്കുന്നത്. ഏതായാലും മുന്നണികൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്.
പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം കൂടിയത് സർക്കാരിനെതിരായ വികാരത്തിന്റെ ഫലമാണെന്ന് RJD അവകാശപ്പെടുന്നു. അതേസമയം യുവാക്കളും ഒപ്പം തന്നെ സ്ത്രീകളുമെല്ലാം തന്നെ ഒന്നിച്ചെത്തി വോട്ട് ചെയ്തത് സർക്കാരിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി അവരെല്ലാം തന്നെ എത്തി വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് BJPയുടെയും അതുപോലെ തന്നെ JDUവിന്റെയൊക്കെ അവകാശവാദം. ഇനി അത് ഏതൊക്കെ തരത്തിൽ പ്രതിഫലിച്ചു എന്നറിയാൻ നവംബർ 14 വരെ കാത്തിരുന്നേ മതിയാകൂ. ഏതായാലും ഈ ഘട്ടത്തിൽ മുന്നണികൾ ആരും ആത്മവിശ്വാസം കൈവിടുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരടക്കം വിലയിരുത്തുന്ന അനുസരിച്ചാണെങ്കിൽ SIR വലിയൊരു ഘടകമാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്താകെ തന്നെ ഒരുക്കിയ സുരക്ഷയും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ച നക്സൽ ബാധിത മേഖലകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ബീഹാർ, ഛത്തീസ്ഗഡ് അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നക്സൽ ബാധിത മേഖലകളിൽ നിന്ന് അവിടെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നക്സലുകൾ കീഴടങ്ങുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ബീഹാറിൽ ഒരു സമയത്ത് 3 മണി വരെ മാത്രമാണ് നക്സൽ ബാധിത മേഖലകളിൽ പോളിംഗ് അനുവദിച്ചിരുന്നുള്ളൂ. അവിടെയും പക്ഷേ ഇത്തവണ 5 മണി വരെ തന്നെ പോളിംഗ് പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നക്സലുകളെ ഭയപ്പെട്ടിരുന്ന വിഭാഗങ്ങളൊക്കെ തന്നെ വോട്ട് ചെയ്യാനെത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ വന്നിരുന്നു. 20 വർഷമായി വോട്ട് ചെയ്യാൻ കഴിയാതിരുന്ന ചില ആളുകൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തങ്ങൾക്ക് പുറത്തിറങ്ങാൻ, അതായത് രാവിലെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ ഒരു കാരണവശാലും എത്താൻ കഴിയില്ല. ഒന്നെങ്കിൽ ബൂത്ത് നക്സൽ ആളുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടാകും, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യമൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ തന്നെ സ്വാഭാവികമായും ജനങ്ങൾ വലിയ രീതിയിൽ അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ഒക്കെ തന്നെ ഭാഗമായി പങ്കാളിത്തമായി തന്നെ എത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടാവും. മറ്റൊന്ന് SIR ആണ്. നിരവധി ആളുകളെ ഒഴിവാക്കുകയും കൂടുതൽ ആളുകളെ ചേർക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ക്രോഡീകരിച്ച വോട്ടർ പട്ടിക തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ആർക്കും വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു അവകാശവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ്, ഒന്നാം ഘട്ടത്തിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. 11-ാം തീയതിയാണ് രണ്ടാം ഘട്ടത്തിലെ 122 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ തന്നെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാകെ തന്നെ നേതൃത്വം നൽകുന്നത്. ഇവരെല്ലാം തന്നെ ഇന്ന് റാലികളിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയമായി വലിയ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസ് BJPക്കെതിരെയും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീജ, വികസനങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പോരായ്മകളുണ്ട്. അത് തുറന്നു കാട്ടുകയാണ് ഞങ്ങൾ ചില വാർത്തകളിലൂടെ. റബ്ബർ ബോർഡിന് ചെയർമാൻ ഇല്ലാതായിട്ട് 1.5 വർഷം പിന്നിടുന്നു. ഇതോടെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ തീരുമാനങ്ങൾ വൈകുന്നതായാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും റബ്ബർ വില ഉയർത്തുന്നതിലും കാര്യക്ഷമമായി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ ബോർഡിൽ ഉടൻ ചെയർമാനെ നിയമിക്കണമെന്ന ആവശ്യവും കർഷക സംഘടനകൾ ഉയർത്തുന്നുണ്ട്. റബ്ബർ ബോർഡ് ചെയർമാനായിരുന്ന സവർ ധനാനിയ 2024 ജൂണിൽ വിരമിച്ച ശേഷം ഈ സ്ഥാനത്തേക്ക് പുതിയ നിയമനം ഉണ്ടായില്ല. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിക്ക് ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. ഇവർ പ്രൊമോഷൻ ലഭിച്ചു പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. ഇതോടെ റബ്ബർ ബോർഡ് നാഥനില്ല കളരിയായി മാറി. റബ്ബർ കർഷകരോട് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയില്ലാത്തതാണ് ചെയർമാൻ നിയമനത്തിലെ അനാസ്ഥയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. ഉൽപാദനശേഷി കുറഞ്ഞ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി 30,000 ഹെക്ടറിൽ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ മരങ്ങൾ നടുന്നതിന് ഹെക്ടറിന് 75,000 രൂപ നൽകുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടെ അപേക്ഷകൾ ധാരാളമായി കെട്ടിക്കിടക്കുകയാണ്. റെയിൻ ഗാർഡിംഗ്, ആവർത്തന കൃഷി സബ്സിഡി അടക്കമുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് റബ്ബർ ബോർഡാണ്. എന്നാൽ ചെയർമാൻ ഇല്ലാതായതോടെ സമയബന്ധിതമായി നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും റബ്ബറിന്റെ വിപണി വിലയിൽ കാര്യമായ ഇടപെടൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നുമാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ പറയുന്ന പുനർകൃഷിക്കുൾപ്പെടെ റബ്ബർ ബോർഡിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കേര പദ്ധതിയിൽ ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികളിൽ കർഷകർ അപേക്ഷ സ്വീകരിച്ച സമയമാണ്. അതുപോലെ തന്നെ റെയിൻ ഗാർഡിംഗ് ഉൾപ്പെടെ ഉള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട റബ്ബർ ബോർഡിനാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നത്. ഇവിടെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ട് എങ്കിൽ റബ്ബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റബ്ബർ ബോർഡിൻ്റെയും കൂടി അഭിപ്രായം തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ലാത്തത് മൂലം ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വിപണിയിൽ അവർക്ക് വേണ്ടി വിപണി തുറന്നു കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. റബ്ബർ ബോർഡിന് ചെയർമാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ
വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വ്യവസായികൾക്കും ടയർ കമ്പനികൾക്കും മാത്രമാണ് ഗുണകരമാകുന്നതെന്നും കർഷക സംഘടനകൾ ആരോപിക്കുന്നു. നിലവിൽ വില പ്രസിദ്ധീകരണം മാത്രമായി റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനം ചുരുങ്ങിയതായും ആരോപണമുണ്ട്. അതേസമയം റബ്ബർ ബോർഡ് നിശ്ചയിക്കുന്ന വിലയിൽ നിന്നും 10 രൂപയോളം കുറവാണ് കർഷകർക്ക് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ചെറിയ ചെറിയ അശ്രദ്ധകൾ അതില്ലാതായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരം അനാസ്ഥകൾ അത് മാറ്റിയിരുന്നുവെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അല്ലേ? അത്തരത്തിലൊരു കാര്യമാണ് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കുട്ടനാട്ടിൽ ഉൾപ്പെടെ സംസ്ഥാനത്താകെ നെല്ല് സംഭരണത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് തകഴിയിലെ മോഡേൺ റൈസ് മില്ല് വീണ്ടും ചർച്ചയാകുന്നത്. 2000 വലിയ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച പദ്ധതി ഇന്ന് എങ്ങും എത്താതെ നശിച്ചതോടെ കുട്ടനാട്ടിൽ മാത്രം പ്രതിസന്ധിയിലാകുന്നത് നൂറുകണക്കിന് കർഷകരാണ്. തകഴി മോഡേൺ റൈസ് മിൽ കർഷകർ ഏറെ പ്രതീക്ഷയോടെ കേട്ട പ്രഖ്യാപനമായിരുന്നു. പക്ഷേ 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മിൽ യാഥാർത്ഥ്യമായിട്ടില്ല. സ്വകാര്യ മില്ലുകാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണത്തിൽ നിന്ന് നെൽകർഷകരെ രക്ഷിക്കാനായി 2.5 പതിറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഇന്ന് തുരുമ്പെടുക്കുകയാണ്. 2000 ഫെബ്രുവരിയിൽ തകഴി ക്ഷേത്രത്തിന് കിഴക്ക് സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണിന് സമീപമാണ് 1.25 കോടി രൂപ ചെലവിൽ മില്ലിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. 1.62 ഏക്കർ സ്ഥലത്ത് 14,042 ചതുരശ്ര അടി വരുന്ന കെട്ടിട സമുച്ചയമായിരുന്നു വേണ്ടത്. ഗോഡൌൺ, നെല്ലുകുത്തു വിഭാഗം, അരി സംഭരണ വിഭാഗം, ഓഫീസ് എന്നിവ ഉൾപ്പെടെയുള്ള മില്ലിന് 20 ടണ്ണായിരുന്നു ശേഷി. 54.25 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടവും യന്ത്രസാമഗ്രികളും ഒരുക്കിയതോടെ പണി നിലച്ചു. കാലപ്പഴക്കത്താൽ എല്ലാം നശിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് 2 മോഡേൺ റൈസ് മില്ലുകൾ ആരംഭിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ പ്രാവർത്തികമായത് പാലക്കാടുള്ള മില്ല് മാത്രമാണ്. തകഴിയിലെ മില്ലിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ പലതവണ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങി. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് കാർഷിക വൃത്തി മാത്രം ജീവിതമാർഗമാക്കിയ നൂറുകണക്കിന് വരുന്ന കർഷക കുടുംബങ്ങൾ കൂടിയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. എല്ലാം തുടങ്ങും, പക്ഷേ പകുതിക്ക് വെച്ച് നിർത്തും. കോഴിക്കോട് നടുവണ്ണൂർ മന്ദൻകാവിൽ 5 വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തതല്ലാതെ ഫ്ളാറ്റിന്റെ മറ്റ് പ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. 72 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 8.5 കോടി രൂപയായിരുന്നു പദ്ധതിക്കായി അന്ന് പ്രഖ്യാപിച്ചത്. 2020 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടുവണ്ണൂരിലെ മന്നങ്കാവിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. സ്വന്തമായൊരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഭൂമിയും ഭവനവുമില്ലാത്ത നിരവധി പേർ. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തതല്ലാതെ ഫ്ളാറ്റിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. റവന്യൂ വകുപ്പിന്റെ 1.94 ഏക്കർ സ്ഥലം ഇപ്പോൾ ആർക്കും ഒരു ഉപകാരവുമില്ലാതെ കാട് കയറി കിടക്കുകയാണ്. 72 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്ന വാഗ്ദാനത്തിലാണ് 8.5 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത്. അഹമ്മദാബാദ്, ദുബായ് കേന്ദ്രീകൃതമായ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് ഭരണകൂടത്തിനോ സർക്കാരിനോ മറുപടിയില്ലെന്നും പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുമാണ് യൂത്ത് ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആരോപണം. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യുക എന്നതല്ലാതെ ഒരു പ്രവൃത്തിയും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇത് കരാർ എടുത്തത് അഹമ്മദാബാദ്, ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി എന്തുകൊണ്ട് ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നത് ബന്ധപ്പെട്ട അധികാരികൾ മറുപടി പറഞ്ഞേ മതിയാകൂ. മലബാറിലെ ഏറ്റവും വലിയ ഭവന പദ്ധതി എന്ന് കൊട്ടിയാഘോഷിച്ച മന്നൻകാവ് ലൈഫ് മിഷൻ പദ്ധതിക്ക് എന്തു പറ്റിയെന്നാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അനിശ്ചിതത്വത്തിൽ തുടരുന്ന ഫ്ളാറ്റിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. മഴക്കാലത്തും നെല്ലുണക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക സംവിധാനവുമായി അമൃത സർവകലാശാല. പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്ത ചെറുകിട നെൽകർഷകർക്ക് ആശ്വാസമാവുകയാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണക്ക യന്ത്രം. 4 മണിക്കൂർ കൊണ്ട് 400 കിലോഗ്രാം നെല്ലുണക്കാനാകുമെന്നതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത. നീണ്ടു നിൽക്കുന്ന മഴക്കാലം നെൽകർഷകരെ സംബന്ധിച്ച പലപ്പോഴും വെല്ലുവിളിയാണ്. മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്ന കേരളത്തിലേതടക്കമുള്ള നെൽകർഷകർക്ക് പുതിയ സംവിധാനങ്ങളിലൂടെ വിള സംരക്ഷണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത സർവകലാശാല പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണക്കി യന്ത്രം മാസങ്ങൾ നീളുന്ന മഴക്കാലത്ത് സംസ്ഥാനത്തെ നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാകും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ച ഈ നിയന്ത്രിത
അന്തരീക്ഷ വിളവെടുപ്പ് ഉണക്കൽ സംവിധാനം ഉപയോഗിച്ച് നെല്ലിന്റെ പോഷക ഔഷധ ഗുണങ്ങളോ സുഗന്ധമോ നഷ്ടപ്പെടാതെ ഏകീകൃത താപനിലയിൽ ഉണക്കിയെടുക്കാൻ സാധിക്കും. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം അപ്രതീക്ഷിതമായ മഴ പെയ്യുന്നതുകൊണ്ട് ഈ നെല്ല് ഉണക്കിയെടുക്കുന്നതിന് വേണ്ടി കർഷകർ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവുമായി അവർ അമ്മയെ സമീപിക്കുകയും അമ്മ അതിന് പറ്റിയൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് നിർദ്ദേശിക്കുകയുമായിരുന്നു. ആ അവസ്ഥയിലാണ് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം. ഇത് 300 മുതൽ 400 കിലോ വരെ നെല്ല് അവർക്ക് 4 മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഒരു റോട്ടറി ഡ്രം ഇൻസൈഡിൽ ഒരു റോട്ടറി ഡ്രമുള്ള ഒരു മെഷീനാണ്. ഇതിലേക്ക് നെല്ല് ലോഡ് ചെയ്യുകയും അതിലേക്ക് ഹോട്ട് എയർ പമ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 4 മണിക്കൂറോളം എടുക്കാൻ പറ്റും. വലിയ കർഷകർക്ക് അവർക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഉണക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് വളരെ കോസ്റ്റ്ലി മെഷീനാണ്, ക്രോഡ്സ് വില വരുന്നതാണ്. ചെറുകിട കർഷകർക്ക് 3 ലക്ഷം 4 ലക്ഷം ആ വിലയ്ക്ക് വരാവുന്ന ചെറുകിട ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഷീനാണിത്. അവരുടെ ഡെയിലി പ്രൊഡക്ഷൻ 500-600 കിലോ മാത്രമേ വരാറുള്ളൂ. അതിന് സൂട്ടബിളാണ്. മഴ കാരണം ഈർപ്പം തങ്ങി നെല്ലിൽ പൂപ്പൽ പിടിക്കുന്നത് മൂലമുള്ള നഷ്ടം ഇതോടെ പൂർണ്ണമായും ഒഴിവാക്കാം. നിലവിൽ 2 ടണ്ണിന് മുകളിലുള്ള നെല്ലുണക്കാനുള്ള സംവിധാനമാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഇത് ചെറുകിട മില്ലുകൾക്കും കർഷകർക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചത്. അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച യന്ത്രത്തിന് ഒരേ സമയം 400 കിലോഗ്രാം നെല്ലുണക്കാനാകും. This project actually helped us extend this vision to the farmer community, and it extended beyond just being a post-harvest technology to a farmer-driven initiative that not only improved the grain quality but helped them regain income stability as well and confidence in paddy production. മുൻപ് 2 ദിവസത്തിലധികമാണ് നെല്ലുണക്കാൻ സമയമെടുത്തിരുന്നതെങ്കിൽ ഈ സംവിധാനത്തിലൂടെ വെറും 4 മണിക്കൂർ കൊണ്ട് നെല്ലുണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കർഷകരും ചെറുകിട മില്ലുടമകളും പറയുന്നു. ഈ മെഷീൻ വന്നതിന് ശേഷം നമുക്കത് ആദ്യം ഞങ്ങൾ ഇതുപോലെ 3 ദിവസം കൊണ്ടാണ് ഉണക്കിയെടുക്കാറ്. സിംഗിൾ ബോയിൽഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ മെഷീൻ വന്നതിന് ശേഷം 4 മണിക്കൂർ കൊണ്ട് ഉണക്കാൻ പറ്റും. അമൃത യൂണിവേഴ്സിറ്റിക്കാരുടെ നല്ല സപ്പോർട്ടും അവരുടെ പരിശ്രമം ഫലമായിട്ടാണ് ഈ മെഷീൻ നമുക്ക് ഉണ്ടായി കിട്ടിയത്. ചെറുകിട കർഷകർക്ക് നെൽകൃഷിയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഓരോ ധാന്യത്തിനും മികച്ച വില ഉറപ്പാക്കാനും ഈ നൂതന സാങ്കേതിക വിദ്യ സഹായകരമാകും. അമൃത ന്യൂസ്, തൃശൂർ. പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം കടുക്കും. CPM-ൽ നിന്ന് പിടിച്ചെടുത്ത ഗ്രാമപഞ്ചായത്തിൽ 4ാം തവണയും തുടർഭരണമാണ് UDF-ന്റെ ലക്ഷ്യം. അതേസമയം നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും ഭരണത്തിലേക്ക് എത്താനുമാണ് CPM-ന്റെ ശ്രമം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും പിടിച്ചടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 1964-ൽ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഭരണം CPM-ന്റെ കൈകളിലായിരുന്നു. എന്നാൽ 2010-ൽ CPM-ന്റെ കോട്ടകൾ പിടിച്ചടക്കി ഭരണം UDF സഖ്യം പിടിച്ചു. പിന്നീട് തുടർച്ചയായി 15 വർഷം UDF-ന്റെ ഭരണമാണ്. UDF 15, CPM 6, BJP 1 എന്നതാണ് ഇപ്പോഴത്തെ സീറ്റ് നില. കഴിഞ്ഞ 5 വർഷത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സേവനങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് ക്രമീകരിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷന്റെ ഇന്റലിജന്റ് ഗവേണൻസ് സംവിധാനത്തിനും പെരുവയൽ ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടിരുന്നു. പിന്നാലെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെയും ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയിരുന്നു. കൂടാതെ വിളയിൽ ഫസീലയുടെ സ്മരണയിൽ സാംസ്കാരിക കോണർ, കോണാറമ്പിൽ വിപുലമായ സൗകര്യത്തോടെ സ്റ്റേഡിയം എന്നിവയും ഭരണപക്ഷത്തിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. 22 വാർഡുകൾ വാർഡ് വികസനത്തെ തുടർന്ന് 24 ആയിട്ടുണ്ടെങ്കിലും വികസന നേട്ടങ്ങൾ മുൻനിർത്തി ഇത്തവണയും പോരാട്ടത്തിനിറങ്ങുന്ന UDF സഖ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സർക്കാർ തരുന്ന ഫണ്ടുകൾ, പഞ്ചായത്തിന്റെ തനതു ഫണ്ടുകളെല്ലാം തന്നെ 100% ചെലവഴിക്കുക എന്ന് തന്നെയാണ് ഭരണസമിതിയുടെ ഉദ്ദേശം. ആ ഉദ്ദേശം കൃത്യമായിട്ട് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വികസനം അല്ലെങ്കിൽ സേവനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ തൃപ്തരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൈകളിൽ തന്നെ ഇനി അടുത്ത ഭരണവും ഉണ്ടാകുമെന്നുള്ള തീർച്ചയായിട്ടുമുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും UDF അധികാരത്തിൽ വരുമെന്ന് ജനങ്ങളും പറയുന്നുണ്ട്. നല്ല പ്രൊപ്പോസൽ, നല്ല ഭരണസമിതിയാണ് ഇവിടെ
നിലവിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതിയാണ് തുടരാൻ സാധ്യത കാണുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും. കാരണം പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ 100% ചെലവഴിച്ച് സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനം നേടിയൊരു പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് പെരുവയൽ പഞ്ചായത്ത് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലൊന്നും കാണാത്ത കുറേ പദ്ധതികൾ ഈ പഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇതായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ വരണമെന്ന് പൊതുസമൂഹത്തിനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരായാലും ഏത് ഭരണസമിതി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മെമ്പറാണെങ്കിലും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 24/7 എന്ന് പറയുന്ന രീതിയിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. വേഗമൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നല്ലതായി. മുമ്പ് ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പം ഒരു കുഴപ്പമില്ല. അതേസമയം 15 വർഷം കൈവിട്ടുപോയ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കാനാണ് CPM-ന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്ത് കാട്ടാൻ ഒരുങ്ങുകയാണ് DMK. പീരുമേട്, ദേവികുളം താലൂക്കുകളിലാണ് DMK ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് DMK നേതാക്കൾ. ഇടുക്കിയിലെ അതിർത്തി മേഖലകളായ ദേവികുളം, പീരുമേട് താലൂക്കുകളിലാണ് DMK മത്സരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം തങ്ങൾക്കുണ്ടെന്നാണ് അവകാശവാദം. പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും, ചിന്നക്കനാൽ പഞ്ചായത്തിലെ 5 വാർഡുകളിലും 1 ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പീരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും. പീരുമേട് താലൂക്കിൽ ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്കിലേക്ക് 2 സ്ഥാനാർത്ഥികളിൽ, പിന്നെ ദേവികുളം താലൂക്കിൽ ഒരു 3-5 വാർഡുകളിലായിട്ട് നിർത്താനും അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കായിരുന്നു DMK പിന്തുണ നൽകിയത്. ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 180-ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രശസ്ത വയലിൻ കലാകാരൻ ഡോക്ടർ മഞ്ജുനാഥ മൈസൂറിന്റെ നേതൃത്വത്തിൽ 75 സംഗീതജ്ഞർ പങ്കെടുക്കുന്ന വന്ദേ മാതരം നാദം, ഏകം, രൂപം, അനേകം എന്ന സംഗീത പരിപാടിയും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലടക്കം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിന്റെ ഭാഗമാണ് വന്ദേ മാതരം. 1875 നവംബറിൽ അക്ഷയ നവമിയുടെ അവസരത്തിലാണ് ഇത് എഴുതിയതെന്ന് കരുതുന്നു. പിന്നീട് 2 വർഷത്തിന് ശേഷം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ ആലപിച്ചത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ സമയത്ത് വന്ദേ മാതരം പ്രതിരോധത്തിന്റെ ഗാനമായി അലയടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അതിന് വിലക്കേർപ്പെടുത്തി. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീ കുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സാമ്പത്തിക അച്ചടക്കം. വരവിനനുസരിച്ച് ചിലവ് എന്ന നാടൻ പ്രയോഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും ഇത് മനസ്സിലാക്കാതെ വലിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാറുമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എങ്ങനെ പാലിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നറിയാം ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ള സംസാരിക്കും. ഞാൻ ഈയിടെ കേട്ട ഒരു ലൈൻ, ഒരു സെൻറ്റൻസ് തന്നെ എനിക്ക് തോന്നിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ലിവ് ബിലോ യുവർ മീൻസ്. അതായത് നമ്മളുടെ സാമ്പത്തിക ശേഷി എന്തനുവദിക്കുന്നു അതിൽ ഒരു പടി താഴെ വേണം നമ്മളുടെ ജീവിതം നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ.
അതെനിക്ക് വളരെ ശരിയായിട്ട് തോന്നി. വാറൻ ബഫറ്റ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് മെൻ ഇൻ ദ വേൾഡ്, ഏറ്റവും ധനികന്മാരിൽ ഒരാളാണ് ലോകത്തെ വാറൻ ബഫറ്റ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഇഫ് യു കീപ് ബൈയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് നീഡ്, സൂൺ യു വിൽ ബി സെല്ലിങ് തിങ്സ് ദാറ്റ് യു നീഡ്. അതായത്, നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാൽ നിങ്ങൾ അധികം താമസിക്കാതെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വരെ നിങ്ങൾ വിൽക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചുറ്റും നോക്കുമ്പം ഇന്ന് ഈ പിയർ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതായത്, ഇപ്പം കുട്ടികൾക്ക് പോലും ഒരു സ്കൂളിലെ കുട്ടികൾ സംസാരിക്കുന്ന, ഒരു വീട്ടിൽ വന്ന ഒരു കുട്ടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പേരൻസിനോട് പറയുകയാണ് എനിക്കൊരു ഹോളിഡേ വേണം. അപ്പോൾ അവർ പറഞ്ഞു, ആ ഹോളിഡേ കൊണ്ടുപോകാൻ അതിനെന്തായാലും നമുക്ക് ഊട്ടി പോകാം, അല്ലെങ്കിൽ ഇവിടെ. അതൊന്നും പോരാ. എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിലെ ഈ കുട്ടി US പോയത്, മറ്റേ കുട്ടി വേറൊരു കൺട്രിയിൽ പോയി. അതൊരു പിയർ പ്രഷറാണ്. ഇപ്പോൾ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യം ആവണമെന്നില്ലത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്. ഞാൻ പലപ്പോഴും ഒരുപാട് ഞാനിങ്ങനെ അതിശയിക്കാറുണ്ട്, എന്തിനാണ് ഒരാളിങ്ങനെ ഇതുപോലെ EMI ഒക്കെ കൊടുത്ത് ഇത്രയും വിലയുള്ള മൊബൈൽ ഫോൺസ് വാങ്ങിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ഉള്ള മൊബൈൽ ഫോൺസ് വാങ്ങിച്ചാലും അതിനൊരു സെർട്ടൺ ഷെൽഫ് ലൈഫ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് യൂസ് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ആ മൊബൈൽ ഫോൺ കൊണ്ട് അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്ത് നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഓക്കെ. പക്ഷേ പലരും അങ്ങനെയല്ല. പലർക്കും അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി കാണില്ല. പക്ഷേ ഇല്ലാത്ത ഒരു ഇത് പുറത്തേക്ക് കാണിക്കാൻ അതൊരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് പുറത്തേക്ക് കാണിക്കാനുള്ളൊരു വ്യഗ്രതയാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാ കാര്യത്തിലും ഉണ്ട്. EMIs ഒരുപാട് കുമിഞ്ഞുകൂടുക, എന്നിട്ട് നമ്മൾ ഫോണായാലും ശരി, കാറായാലും ശരി, വീടായാലും ശരി, എല്ലാം ആവശ്യമാണ്. ബട്ട് നോ വാട്ട് യു ആർ ഏർണിംഗ്. നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ തിരിച്ചറിയുക. ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക. അതിൽ യാതൊരു നാണക്കേടുമില്ല. ഒരാളിപ്പോൾ ഒരു 60,000 ഒരു സാധനം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 ഒരു സാധനമായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ളത്. അതിലിപ്പോൾ എന്താണ്? അത് ഫോണായാലും ശരി, എന്തായാലും ശരി, അതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്ത ഒരു ബൈയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു നാണക്കേട്. അത് തിരിച്ചു വരുന്നതിൽ യാതൊരു നാണക്കേടുമില്ല. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി കഴിഞ്ഞ ദിവസം, ഞാൻ പേര് പറയുന്നില്ല, ഒരു ബോണസ് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോവിഡ് ടൈം നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് സ്ട്രെസ്ഫുള്ളായിട്ട് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആത്മഹത്യ ചെയ്ത ഒരുപാട് പേര് EMI അടയ്ക്കാൻ പറ്റാത്തവരാണ്. ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. വീട് അത്യാവശ്യമാണ്, ശരിയാണ്. പക്ഷേ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നമ്മളുടെ ഒരു മെൻ്റൽ പീസ്, മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം ആവശ്യമില്ലാത്ത കടം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത EMIs, ഇതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമാണെന്ന് കരുതി എന്തോ ഒരു പ്രഷറിൽ വന്ന് അതിനടിപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇഫ് യു കീപ് ബൈയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് നീഡ്, സൂൺ യു വിൽ ബി സെല്ലിങ് തിങ്സ് ദാറ്റ് യു നീഡ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാൽ അധികം താമസിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് വിൽക്കേണ്ടതായിട്ട് വരും. ഓർക്കുക, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ പ്രതീക്ഷിക്കും വേണം. ഇന്നലെയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടമായിരുന്നു. ഒപ്പം തന്നെ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയ തോതിലുള്ള വിൽപ്പനയാണ് ഇപ്പോഴത്തെ വിപണിയുടെ താഴേക്ക് നീങ്ങുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് നീക്കങ്ങളായിരിക്കും വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. സാങ്കേതികമായി 25,600 എന്ന നിലവാരത്തിൽ താഴെയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിപണി മുന്നേറണമെങ്കിൽ 25,800 എന്ന നിലവാരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. അതിന് ഏറ്റവും പ്രേരക ഘടകമായി പ്രവർത്തിക്കുക വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും. ആഭ്യന്തര തലത്തിൽ ചെറുകിട നിക്ഷേപകരും വിപണിയുടെ ഓരോ ഉയർച്ചയിലും ലാഭമെടുക്കുക എന്നുള്ള ഒരു പ്രവണതയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇടപെടലിൻ്റെ സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിപണിയിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. വിപണിയുടെ ഇനിയുള്ള ഓരോ തിരുത്തലും നിക്ഷേപ സാഹചര്യമായി
അവസരമായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കേരളത്തിൽ അതിദരിദ്രരില്ല, കൃത്യമായ ഭക്ഷണം, താമസം ഇതൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന സർക്കാർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വാർത്ത ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തൃശ്ശൂർ ഊരകത്ത് വീടില്ലാത്ത വയോധികൻ വർഷങ്ങളായി താമസിക്കുന്നത് ശുചിമുറിയിൽ. ആകെ ഉണ്ടായിരുന്ന വീട് തകർന്നപ്പോൾ പുറമ്പോക്ക് ഭൂമിയിലെ പഴയ ശുചിമുറിയിലാണ് 73-കാരനായ പൗലോസ് അഭയം പ്രാപിച്ചത്. സ്വന്തമായൊരു വീട് വേണമെന്ന പൗലോസിന്റെ ആഗ്രഹത്തിന് 20 വർഷത്തോളം പഴക്കമുണ്ട്. അതിദരിദ്രരില്ലെന്ന് പറയുമ്പോഴും യഥാർത്ഥ ദരിദ്ര കേരളത്തിന്റെ നേർക്കാഴ്ചയാണ് തൃശൂർ ഊരകത്തെ പൗലോസ് ചേട്ടൻ. പുറമ്പോക്ക് ഭൂമിയിലെ ശുചിമുറിയിൽ കഴിയേണ്ട ഗതികേട്. അടച്ചുറപ്പില്ലാത്ത വൃത്തിഹീനമായ സാഹചര്യത്തിൽ പൗലോസ് താമസം തുടങ്ങിയിട്ട് വർഷം 20ആയി. ആകെയുണ്ടായിരുന്ന വീട് തകർന്നതിനു ശേഷം പൗലോസ് അഭയം പ്രാപിച്ചത് പുറമ്പോക്ക് ഭൂമിയിലെ ഒരു പഴയ ശുചിമുറിയിലാണ്. ഒരു തുണ്ട് ഭൂമിയോ വാടകയ്ക്ക് താമസിക്കാനുള്ള ശേഷിയോ ഇല്ല. വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണിയും വാർദ്ധക്യ പെൻഷനും മാത്രം. പലതവണ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പട്ടയമില്ലാത്തതിനാലും നികുതി അടച്ച റെസീറ്റില്ലാത്തതിനാലും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം പൗലോസിന് അന്യമായി. ഇതിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ പോയി താമസിക്കാൻ എനിക്ക് സ്ഥലമില്ല. വാടകയ്ക്ക് താമസിക്കാൻ പോലും അതിനുള്ള സാമ്പത്തിക കഴിവില്ലാത്ത ആളായ കാരണത്താൽ പ്രശ്നമായിട്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ നീതി അടച്ച കടലാസ് വേണം. അതാണ് കാര്യം. ഇതുവരെ എൻ്റെ പട്ടയം കിട്ടിയിട്ടില്ല. ലാൻഡ് റിവ്യൂവിന് പറഞ്ഞു തഹസിൽദാർ ഓഫീസിലുണ്ട് പോയി അന്വേഷിക്കാൻ. ഇല്ലാത്ത പക്ഷം ഇനി എന്താ പറയുക, കളക്ടർ കാണേണ്ടി വരും. കോപ്പികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചില സന്നദ്ധ സംഘടനകൾ ഒരു ഷെഡ് കെട്ടി നൽകിയെങ്കിലും അതും താമസയോഗ്യമല്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ദുരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പഴയ ശുചിമുറിയിലാണ് അദ്ദേഹം ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. വളരെ ശോചനീയ അവസ്ഥയിലാണ്. ചില സന്നദ്ധ സംഘടനകൾ അതറിഞ്ഞിട്ട് അദ്ദേഹത്തിന് വെച്ചു കൊടുത്തിട്ടുള്ളൊരു താൽക്കാലിക സംവിധാനം അപ്പുറത്തുണ്ട്. അതും പൂർണ്ണമല്ല. അവർക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ് സംവിധാനം ഒരുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വേണ്ട ആർക്കാണോ ആവശ്യം അവരിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം. വെയിലും മഴയും കൊള്ളാതെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കണമെന്നത് മാത്രമാണ് പൗലോസിന്റെ ആഗ്രഹം. അധികൃതർ ഉടൻ ഇടപെട്ട നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. സർക്കാർ പൗലോസേട്ടന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളത് അറിയിക്കുകയാണ്. വേണ്ട ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കണം. എന്തായാലും കാസർഗോഡ് കവായി കായലിൽ കല്ലുമ്മക്കായ കൃഷിയിറക്കലിന്റെ കാലമാണ്. കൃഷിക്ക് ആവശ്യമായ വിത്ത് ലഭ്യമാക്കാൻ സർക്കാർ ഏജൻസികൾ ഇടപെടണമെന്ന ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല. കവായി കായലിലെ ഓരുജലത്തിൽ 100 കണക്കിന് കർഷകരും സ്വയം സഹായ സംഘങ്ങളുമാണ് കല്ലുമ്മക്കായ കൃഷി ഇറക്കുന്നത്. പടന, വലിയ പറമ്പ്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർക്ക് വർഷങ്ങളായുള്ള ജീവിതാശ്രയമാണ് കായലിൽ നടത്തുന്ന കല്ലുമ്മക്കായ കൃഷി. കാലാവസ്ഥാ വ്യതിയാനവും ഇടനിലക്കാരുടെ ചൂഷണവും വെല്ലുവിളിയാകാറുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മികച്ച വിളവ് ലഭിച്ചത് പ്രതീക്ഷയേകുന്നു. വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മ ഇത് ഇടാൻ തുടങ്ങുന്നത്. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ഇന്ന് കിട്ടും. അതല്ലാതെ കാലാവസ്ഥ മാറിയിരുന്നെങ്കിൽ നമുക്കൊരു വമ്പിച്ച നഷ്ടവുമായിരിക്കും. വനിതാ സംഘങ്ങളാണ് കൂടുതലായും കൃഷി ഇറക്കാനായി മുന്നിട്ടിറങ്ങുന്നത്. മുളന്തണ്ട് കൊണ്ടുള്ള സ്റ്റേജുകളിൽ തൂക്കിയിട്ടുള്ള കല്ലുമ്മക്കായ കൃഷിക്ക് ആവശ്യമായ വിത്ത് ലഭ്യമാക്കാൻ സർക്കാർ ഏജൻസികൾ ഇടപെടുന്നില്ലെന്ന് കർഷകർ പരാതി ഉയർത്തി. കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ തന്നെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം അവർ അപേക്ഷ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 കുടുംബശ്രീക്കും പൈസ കിട്ടിയില്ല. പിന്നെ വ്യക്തികൾക്ക് കുറച്ചായിട്ട് അവർ അയച്ചു കൊടുത്തു. ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടണം. അത്ര നമ്മളെ വലിയ പറമ്പ് പഞ്ചായത്തിൽ മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക, വിത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പാക്കുക, കല്ലുമ്മക്കായ സംഭരണത്തിനായുള്ള സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. പതിവ് രീതികളിൽ നിന്ന് പലപ്പോഴും മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പല ആവശ്യങ്ങളും പലപ്പോഴും നിറവേറപ്പെടുക. എന്തായാലും വേറിട്ട മാതൃക തീർത്ത് ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സ്നേഹദീപം ബഡ് സ്കൂൾ. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ഫിസിയോതെറാപ്പി കൂടി ആരംഭിക്കാനാണ് അവർ ഒരുങ്ങുന്നത്.
കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും മേൽനോട്ടത്തിലാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പരിചരണം, വിദ്യാഭ്യാസം, കലാകായിക പ്രവർത്തനങ്ങളുടെ വളർച്ച എന്നിവ മുൻനിർത്തിയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നതിനും തിരികെ വീട്ടിലെത്തിക്കുന്നതിനും വാഹന സൗകര്യം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഫിസിയോതെറാപ്പി കൂടി ആരംഭിച്ച് സ്കൂൾ മാതൃകയാകുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സ ഒരുക്കുന്നത്. ഓരോ കുട്ടികൾക്കും അവരുടെ ലെവൽ, വൈദഗ്ധ്യം, പ്രായം എന്നിവയനുസരിച്ചുള്ള ട്രെയിനിംഗ് ആണ് നൽകുന്നത്. സ്കൂളിന്റെ പ്രാരംഭകാലത്ത് 25 കുട്ടികളാണ് പ്രവേശനം നേടിയിരുന്നത്. നിലവിൽ 34 കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. യോഗ പരിശീലനം, നാടൻപാട്ട്, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന അധ്യാപിക രാധികയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ അധികൃതർ. ഇവയ്ക്കെല്ലാം പുറമെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക ഉല്ലാസത്തിനായി വർഷത്തിലൊരിക്കൽ വിനോദയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. അവസാന വർഷം വാഗമണിലേക്ക് സംഘടിപ്പിച്ച വിനോദയാത്ര ഏറെ ശ്രദ്ധേയമായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോടൊരു വണ്ടി വന്നിട്ടുണ്ട്. പേര് വളരെ കൗതുകമാണ്, ആനന്ദവണ്ടി. കോഴിക്കോട് നഗരത്തിലെ വയോജനങ്ങൾ ഇനി ആ ആനന്ദവണ്ടിയിൽ സഞ്ചരിക്കും. കോഴിക്കോട് കോർപ്പറേഷനാണ് വയോജനങ്ങൾക്കായി KSRTCയിൽ ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത്. ആനന്ദവണ്ടിയുടെ ആദ്യ യാത്ര അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് ഒരു ആനവണ്ടിയിലാണ്. പക്ഷേ ഈ ആനവണ്ടിക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ഒരു ആനന്ദവണ്ടിയായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ വയോധികരാണ് ആനവണ്ടിയിലെ യാത്രക്കാർ. വെറും യാത്രക്കാരല്ല, ഉല്ലാസയാത്രക്കാർ. ഉള്ളിൽ കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. പാടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. വീടിനുള്ളിൽ ഇനിക്കൂടേണ്ടവരല്ല വയോജനങ്ങൾ. ജീവിതം ആടിയും പാടിയും കൂടുതൽ മനോഹരമാക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പദ്ധതിയുടെ ഭാഗമായി KSRTCയിൽ ഇത്തരമൊരു ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത്. കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളോട് കൂടിയ കളർഫുൾ ബസ്സിൽ നഗരങ്ങളിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര. എന്റെ കരളിലെ പൊന്നണി പാടത്തൊരു നാരപ്പനന്തത്ത പറന്നു വന്നു. കോർപ്പറേഷനിലെ 75 വാർഡുകളിലെയും വയോധികർക്ക് യാത്രയുടെ ഭാഗമാകാം. ഓരോ വാർഡിലെ വയോജനങ്ങൾക്ക് ഓരോ ദിവസം അവസരം നൽകും. ഉദ്ഘാടന ദിവസം പൂളക്കടവ് വാർഡിൽ നിന്നുള്ള 38 വയോധികരാണ് യാത്രയ്ക്കുണ്ടായിരുന്നത്. അവർ പാട്ടുപാടി അടിച്ചുപൊളിച്ച് യാത്ര രസകരമാക്കി. ഞങ്ങൾക്ക് നല്ല സന്തോഷം. ഞങ്ങളിവിടെയൊക്കെ കണ്ട സ്ഥലമാണെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല സന്തോഷം. ഇതെൻ്റെ ഭാര്യയാണ്, രണ്ടുപേരും കൂടെ പോവുകയാണ്. മക്കൾക്ക് സപ്പോർട്ടുണ്ട്, എല്ലാവരും ഉണ്ട്, വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. KSRTCയിൽ നിന്നും പ്രതിദിനം വാടകയ്ക്കാണ് AC ബസ് എടുത്തിട്ടുള്ളത്. ഡ്രൈവറെയും KSRTC തന്നെ നൽകിയിട്ടുണ്ട്. പല പ്രായം ഒരു നഗരം എന്ന് ആലേഖനം ചെയ്ത ബസ്സിൽ ലോകാരോഗ്യ സംഘടനയുടെ വയോജന നഗരത്തിന്റെ ലോഗോയും പതിപ്പിച്ചിട്ടുണ്ട്. ഈ യാത്ര ഇങ്ങനെ അടിച്ചു പൊളിച്ച് വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകും. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ആനന്ദവണ്ടിയിൽ നിറയെ ആനന്ദമാണ്. എന്തായാലും സന്തോഷിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് KSRTC തെളിയിക്കുകയാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പൂരക്കളിപ്പാട്ടിൽ മികവാർന്ന പ്രകടനവുമായി 5ാം ക്ലാസ്സുകാരനായ ആരുഷ് മനോജ് ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ പാടി ചുവട് വെച്ച് പൂരക്കളിപ്പന്തലിൽ ആസ്വാദകരുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കാസർഗോഡ് ചന്ദേരയിലെ കൊച്ചുകലാകാരൻ. ആ നാരായണ നാരായണ ആ നാരായണൻ നരകാസുതാവി നാരദമന്നിവ ശ്രീമുകുന്ദൻ നീരജ സംഭവ നിഷ്കളങ്കൻ വാരിജലോചനൻ വാസുദേവൻ. ബാല്യം വിട്ടുമാറാത്ത ആരുഷ് ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ വർണ്ണിച്ചു പാടുമ്പോൾ പൂരക്കളിയെ നെഞ്ചോട് ചേർക്കുന്ന വടക്കൻ മണ്ണിൽ ഇത് വേറിട്ട കാഴ്ച. പൂരക്കളിയിലെ ഒന്നാം നിറം അവതരിപ്പിക്കുമ്പോൾ
ആസ്വാദകരുടെ കണ്ണും മനസ്സും ആകർഷിക്കുന്നത് കളിവിളക്കിന് മുന്നിൽ ചുവടുവെച്ചു പാടുന്ന 5ാം ക്ലാസ്സുകാരനിലേക്ക് ദൈർഘ്യമേറിയ വരികൾ നിഷ്പ്രയാസം പാടുകയാണ്. ചന്ദേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘത്തിൽ അംഗമാണ്. അനുഷ്ഠാനകലയിൽ ചെറുപ്രായത്തിൽ തന്നെ മികവ് തെളിയിക്കുന്ന ഈ കൊച്ചു കലാകാരൻ 10 മിനിറ്റ് നീളുന്ന പൂരക്കളി 1ാം നിറത്തിലെ പാട്ട് താളബോധത്തോടെ 11 വയസ്സുകാരൻ പാടുമ്പോൾ ആവേശത്തോടെ അത് ഏറ്റുപാടി മുതിർന്നവർ ഒപ്പം ചുവടുവയ്ക്കുന്നു. പൂരക്കളിയിൽ വർഷങ്ങളോളം പരിശീലനം നേടിയ കലാകാരന്മാരാണ് ക്ഷേത്രങ്ങളിൽ കളി അവതരണത്തിനായി പാട്ടുകൾ പാടാറുള്ളത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ആരുഷ് മുടങ്ങാതെ ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പൂരക്കളി പന്തലിൽ എത്താറുണ്ട്. ഞാൻ ചെമ്പിലോട്ട് ക്ഷേത്രത്തിൽ നിന്നാണ് പൂരക്കളി പഠിച്ചത്. 1ാം ക്ലാസ് മുതലേ എനിക്കിത് കേട്ട് ഇപ്പം അറിയാൻ തുടങ്ങി. ഞാനിപ്പോൾ 5ലാണ് എത്തിയത്. ശ്രീകൃഷ്ണന്റെ ബാലലീല 1ാം തരമാണ് ഞാൻ പാടിയത്. ഈ ആനന്ദിച്ചു ദാനവാരി. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കിയ പരിപാടിയിൽ വെച്ചായിരുന്നു ഏവരെയും ആകർഷിക്കുന്ന ആരുഷിന്റെ അവതരണം. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഇക്ഷക് കമ്മീഷൻ ചെയ്തു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠി മുഖ്യ അതിഥിയായി. ഇരട്ട ദൗത്യശേഷിയോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന INS ഇക്ഷക് സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പലാണ്. മുഖ്യ ദൗത്യമായ ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയായും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കപ്പൽ. സമുദ്രതലത്തിൽ 11,000 മീറ്റർ ആഴത്തിൽ വരെ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് കപ്പലിന്റെ സവിശേഷത. ഇത് നാവികർക്ക് സമുദ്രമേഖലയുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായകമാണ്. കൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ വാർഷിപ്പ് ഓവർസീയിങ് ടീമും മേൽനോട്ടം വഹിച്ചാണ് കപ്പൽ നിർമ്മിച്ചത്. 80% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കപ്പൽ. സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പൽ എന്ന സവിശേഷതയും INS ഇക്ഷകിന് സ്വന്തമാണ്. ദക്ഷിണ നാവികസേനാസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20യിൽ ഇന്ത്യയ്ക്ക് 48 റൺസിന്റെ വിജയം. ഇന്ത്യ ഉയർത്തിയ 168 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 18.2 ഓവറിൽ 119 എല്ലാവരും പുറത്താവുകയായിരുന്നു. സ്പിന്നർമാരാണ് ഓസീസിനെ തകർത്തത്. വാഷിംഗ്ടൺ സുന്ദർ 3, അക്സർ പട്ടേൽ, ശിവം ദുബെ എന്നിവർ 2 വീതം വിക്കറ്റുകളും വീഴ്ത്തി. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തിയിട്ടുണ്ട്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് തോൽവി. ഫാറ്റോദയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന നിർണായക മത്സരത്തിൽ മുംബൈ സിറ്റി FCയോട് 0-1 പരാജയപ്പെട്ടതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. കളിയുടെ പകുതി സമയവും 10 പേരായി കളിച്ച ബ്ലാസ്റ്റേഴ്സ് മികച്ച പോരാട്ടം നടത്തിയെങ്കിലും അവസാന നിമിഷം വഴങ്ങിയ സെൽഫ് ഗോൾ സെമി ഫൈനൽ സ്ഥാനം നിഷേധിച്ചു. സെമിയിൽ മുംബൈ FC ഗോവയെ നേരിടും. ഈസ്റ്റ് ബംഗാളും പഞ്ചാബ് FCയും തമ്മിലാണ് മറ്റൊരു സെമി. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി കാണുക അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ. നമസ്കാരം.